ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ തിന്മയുടെ മാധുര്യം ഒരാൾ ആസ്വദിച്ചാൽ പിന്നീട് അവന്റെ മനസ്സിന് നന്മയുടെ രുചിയെക്കാളും തിന്മയുടെ രുചി ആസ്വദിക്കാനായിരിക്കും ഇഷ്ടം. നിങ്ങൾ നാലിച്ചൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മുടെയൊക്കെ കയ്യിൽ പലരുടെ കയ്യിൽ മൊബൈലുണ്ട്. ഈ മൊബൈലിനകത്ത് അള്ളാഹു ഹലാലാക്കിയത് കൊണ്ട് ഒന്ന് ഞെക്കിയാൽ ഹറാമാക്കിയത് ലഭിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് ഹലാലിനാണോ ഹറാമിനാണോ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെയുള്ള ചെറിയ ക്ലിപ്പുകൾ, വിശുദ്ധ ഖുർആനിന്റെ തിലാവത്തുകൾ, പരിശുദ്ധ ഹറമൈനി ഷരീഫൈനിലുള്ള ഇമാമിങ്ങളുടെ ഖിറാത്തുകളൊക്കെ വരും. നമ്മൾ എത്ര നേരം കേൾക്കും? അതങ്ങനെ മാറ്റും. എന്നിട്ടോ അതിന്റെ താഴെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നിടത്ത് വേറെ പലതും ഉണ്ടാകും. അതിൽ മനസ്സുകൾ ഉടക്കി പോകും. കാരണം എന്തറിയോ? അത് ആസ്വാദനമാക്കി അള്ളാന്റെ പരീക്ഷനാണ്. ശൈത്താനത്ത് തോന്നിപ്പിക്കും. ഇതെല്ലാ സമൂഹത്തിലുണ്ടെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മയിലേക്ക് ചെല്ലാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നോക്കൂ, നിങ്ങള് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ? അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുതെന്നാണ്. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അടുത്തു പോകാൻ പാടില്ല. അതായത് അതിന്റെ മുഖദ്ദിമാത്തുകൾ പോലും, നോട്ടം, തൊടൽ, സംസാരം, കേൾവി ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം, ധാരണയോടുകൂടി. യാദൃശ്ചികമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വണ്ടിയില്, വേറെ ആള് വണ്ടിയിലാണ്, നേരെ വരുന്ന വണ്ടി നമ്മൾ എന്തോന്നും അറിഞ്ഞ് രക്ഷപ്പെട്ട്, അങ്ങനെയല്ല, നേരെ വരുന്ന ഫിത്തനയിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാൻ കഴിയണമെന്നാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.